ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുബായ് ഫിഷ് മാർക്കറ്റിൻ്റെ ഓവർവ്യൂ ആണ് കാണിക്കുന്നത്. ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ഞാൻ എടുത്തായിരുന്നു. അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണം, നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ഫിഷ് മാർക്കറ്റാണ്. ഡെറയിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാവർക്കും മോസ്റ്റ്ലി ഒക്കെ അറിയാം. കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒരു കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് എന്തായാലും പോവാണ്, അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിക്കാം അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള കാണിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എല്ലാം സാധനങ്ങളുണ്ട് കാണിക്കാൻ. ഞാൻ എന്തൊക്കെയാണെന്ന് വഴിയെ കാണിക്കുന്നുണ്ട് മുന്നേ വീഡിയോയിൽ. പിന്നെ നമ്മൾ എത്താറായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ബീച്ചും പോർട്ടൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ആ ഒരു ഏരിയയിൽ നല്ലതാണ് കാണാനൊക്കെ. ഇപ്പം ചൂടായതുകൊണ്ട് കാണാനൊക്കെ വലിയ ഭംഗിയൊന്നും ഇല്ല. പക്ഷേ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനൊക്കെ ബാക്കിലൊക്കെ നടക്കാനും ഒക്കെ നല്ല ഒരു ആംബിയൻസ് ആണ്, നല്ലതാണ് കാണാനൊക്കെ. അങ്ങനെ നമ്മൾ എത്താറായിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളിപ്പോൾ പാർക്കിങ്ങിലോട്ട് കയറിയിട്ട് അതിൻ്റെ അകത്ത് നോക്കും. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ അല്ല, ഇത് ബാക്ക് സൈഡ് പാർക്കിംഗ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യും. പിന്നെ അവിടെ തന്നെ കുറേ ട്രോളി വെച്ചിട്ടുണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാം. പിന്നെ അവിടെ കുറച്ച് ഹെൽപ്പേഴ്സും ഉണ്ട് ആക്ച്വലി. ഇപ്പം നമുക്ക് ട്രോളിയായിട്ട് കുറേ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവർ വേണമെങ്കിൽ അവർക്ക് എനിക്കൊന്ന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. എന്തായാലും കാണും, എക്സ്ട്രാ ചാർജ് ഉണ്ട് എന്നൊക്കെ. അത് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം അവരെ. പിന്നെ നമ്മളിവിടെ ഫിഷൊക്കെ കുറച്ച് നോക്കി, കുറച്ച് കുഞ്ഞുകുഞ്ഞായിട്ട് 3 ഐറ്റം എന്തോ വാങ്ങിയുള്ളൂ നമ്മൾ. അവിടെ ഞാൻ ആ ക്രാബ് വാങ്ങി, പിന്നെ എനിക്കൊന്ന് മത്തിയും അയിലയോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ ക്ലീനിങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ അവർ റെഡി ആകുമ്പോഴത്തേക്കും മെസ്സേജ് അയക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ ബ്ലർ ആക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പം അവരുടെ പ്രൈവസി കാരണം ഞാൻ കുറച്ച് ബ്ലർ ആക്കിയതായിരുന്നു. ഇവിടെ നല്ല ഡ്രോയിങ്സും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കാണുന്നത് നല്ലൊരു ആർട്ടാണ്. അങ്ങനെ നമ്മുടെ എൻട്രൻസ് ഇത്. അവിടെ ഒരു കിഡ്സ് ഏരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുട്ടികളായിട്ട് പോകത്തില്ലേ, അപ്പൊ അവിടെ എനിക്ക് അവർലി ആണെന്ന് തോന്നുന്നു, 1 hour 20 dirhams അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ കൊടുത്താൽ പിള്ളേരെ 1 hour 2 hour വേണമെങ്കിൽ നമുക്ക് ആ പ്ലേ ഏരിയ വിടാം. അപ്പൊ അവർ കളിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പർച്ചേസിങ് ഒക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ആക്ച്വലി എല്ലാം കിടിപിടി ഐറ്റംസ് എന്ന് പറയാം. ഇങ്ങനെ എല്ലാം കുഞ്ഞു എമൗണ്ട് ആണ്, 5-10 dirhams തൊട്ടുള്ള എല്ലാം ഐറ്റംസ് ആണ്. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടും ഉണ്ട്, ബട്ട് എല്ലാം തന്നെ 10 dirhams 5 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. അപ്പം നല്ല അവിടെ രസമാണ്. ഈ ലൈക്ക് ഓർണമെന്റ്സ് ഉണ്ട്, പിന്നെ കൊച്ചുങ്ങളുടെ കളിക്കുന്ന സാധനങ്ങളുണ്ട്, ഡ്രസ്സസ് ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇത് ആക്ച്വലി എൻട്രൻസ്. ഇപ്പൊ ഞാൻ കാണിച്ചത് ഇതാണ് എൻട്രൻസ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഏരിയ ഉണ്ട്. പിന്നെ മറ്റേ ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ വേണമെങ്കിൽ അതിലും ഇരുത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതാണ് ആക്ച്വലി മെയിൻ എൻട്രൻസ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറുമ്പം ഈ കേജസ് ഒക്കെ ഉണ്ട്, പെറ്റ്സിന്റെ കേജസും, പിന്നെ ഊത്, അത്തറും, പിന്നെ അങ്ങനത്തെ നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന ലൈറ്റ്സ്, അങ്ങനത്തെ ആണ് ഇത് കേട്ടോ. സെറാമിക് ബൗൾസും, അങ്ങനെ ഈ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസും അങ്ങനത്തെ കുഞ്ഞു ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട്. നല്ല രസമാണ്. നമുക്ക് അവിടെ നടന്നൊക്കെ പോയി കാണാനൊക്കെ നല്ല രസമാണ്. കുറെ ലൈറ്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ പോയത് വെജിറ്റബിൾസ് ഏരിയ ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഏരിയ ആണ് ഇത്. അപ്പം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പക്ഷെ എനിക്കറിയത്തില്ല, കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടെ കോസ്റ്റ് കുറവാണ്. പക്ഷെ എനിക്ക് ദുബായ് താമസിക്കുന്നവർക്ക് വേണ്ടി കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഷാർജയിൽ നമുക്ക് നെസ്റ്റോലും ലുലുന്നൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല. വല്ലപ്പോഴൊക്കെ ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷും റേറ്റ് കുറവാണെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ. പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ പോയാൽ കുറെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. കണ്ടോ, ബീച്ച് സൈഡാണ്. അതിന്റെ സൈഡിന്റെ വ്യൂല് കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇന്നും നല്ല വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി എടുത്ത്. അല്ലെങ്കിൽ നല്ല ചൂടായി. ഈ ടൈമിൽ ഇന്ന് കുറച്ച് മഴയൊക്കെ പെയ്തു ഇവിടെ, കുറച്ച് ലൈറ്റായിട്ട്, പക്ഷെ മഴ പെയ്തു. അങ്ങനെ ഇന്ന് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞിന് ഞാൻ നാടൻ മുട്ട ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്, കടയിലൊന്നും കിട്ടില്ല. നെസ്റ്റോയും അങ്ങനെയൊക്കെ നമ്മൾ നോർമൽ മുട്ട കിട്ടുന്നത്.
അപ്പം നാടൻ മുട്ടയും പിന്നെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഞാൻ ഇവിടെ വരും. അത് മുട്ടയും പിന്നെ അവിടെ കുറേ അച്ചാറുകൾ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റൈസ് ഐറ്റംസും അങ്ങനത്തെ വീട്ടിലെ എല്ലാം സാധനങ്ങളും ഉണ്ട്. ആക്ച്വലി എല്ലാം ഉണ്ട്. വീട്ടിൽ ഡ്രസ്സുകളും ബെഡ്ഷീറ്റും പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. കണ്ണാടി കിടിപിടിയായിട്ട് ആക്ച്വലി വേണ്ടുന്ന എല്ലാം കാര്യങ്ങളുണ്ട്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് എല്ലാ സാധനങ്ങളുണ്ട്. കണ്ടോ, കണ്ണാടി ഉണ്ട്, ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ഇഷ്ടം. നല്ല ബെഡ്ഷീറ്റാണ് ആക്ച്വലി. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 20-25 ദിറംസേ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റും കുറേ നാൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് അത്. പിന്നെ ഇവിടെ ഇങ്ങനെ ആൻറ്റീക്ക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കുറേ ഉണ്ട്. കിടിപിടി ഐറ്റംസും ഇങ്ങനെ ക്ലേൻ്റെ പോട്ടും സെറാമിക് പോട്ടും അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നല്ല ഡ്രസ്സും ഉണ്ട്. നല്ല ഡ്രസ്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഡ്രസ്സുണ്ട്. പിന്നെ ഇവിടെ നമ്പറൊക്കെ എഴുതി വരും. അങ്ങനെ കിട്ടും. എല്ലാ സാധനങ്ങളും നമ്മൾ കിട്ടി. അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇന്ന്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരായിട്ട് കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതും കൂടെ എടുക്കാനുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പം മറ്റേ ഞാൻ ഇപ്പോൾ കാണിച്ച ഇതാണ് ഫ്രണ്ട് വ്യൂ ആണ്. കണ്ടോ, ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അതിൻ്റെ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് കയറിയതേ ഉള്ളല്ലോ. അപ്പോൾ ഇറങ്ങുമ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇന്ന് നല്ല ക്ലൗഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.